നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. രാഹുലിനെ നേരിടാൻ പോരാട്ടം ഘടിപ്പിച്ച ഇടതുപക്ഷം. സിപിഎമ്മിന്റെയും സിപിഐയുടെയും പ്രത്യേക പ്രവർത്തക കൺവെൻഷനുകൾ ഇന്ന് വയനാട്ടിൽ ചേരും. എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രചാരണ രംഗത്ത് സജീവമാകും. മത്സരത്തിന് രാഹുൽ എത്തുമ്പോൾ ഇടതുപക്ഷത്തിന് പഴയ പോരാളികളും ആയുധങ്ങളും മതിയാവില്ല. മണ്ഡലം സിപിഐയുടേതാണെങ്കിലും പ്രത്യേക ശ്രദ്ധ വയ്ക്കാനാണ് സിപിഎം തീരുമാനം. നല്ല മത്സരം കാഴ്ചവെക്കണം. പരാജയപ്പെട്ടാലും അത് മാന്യമായിരിക്കണം. സിപിഎം പ്രവർത്തക കൺവെൻഷൻ ഇന്ന് രാവിലെ 10 മണിയോടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചതിരിഞ്ഞ് സിപിഐ പ്രവർത്തക കൺവെൻഷനും നടക്കും. എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് വയനാട്ടിലെത്തും. റോഡ് ഷോയുമായി എത്തിയാണ് പത്രികാ സമർപ്പണം. അതേസമയം നാളെ കോഴിക്കോട്ടെത്തുന്ന രാഹുൽ വ്യാഴാഴ്ച പത്രികാ സമർപ്പണം നടത്തും. പ്രിയങ്ക ഉൾപ്പെടെ നേതാക്കൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും. രാഹുലിന്റെ വരവിന് മുന്നോടിയായി SPG സുരക്ഷാ പരിശോധന നടത്തി. ന്യൂസ് 18 വയനാട്. വയനാട്ടിലെ എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് രാവിലെ 11-ന് നാമനിർദ്ദേശ പത്രിക നൽകും. എൻഡിഎ സ്ഥാനാർത്ഥികളിൽ കണ്ണൂരിലെ CK പത്മനാഭൻ, ചാലക്കുടിയിലെ AN രാധാകൃഷ്ണൻ എന്നിവരും ഇന്നാണ് പത്രിക നൽകുക. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും ഇന്ന് പത്രിക നൽകും. LDF സ്ഥാനാർത്ഥികളിൽ VN വാസവൻ കോട്ടയം, MP രാജേഷ് പാലക്കാട്, VP സാനു മലപ്പുറം, PV അൻവർ പൊന്നാനി, രാജാജി മാത്യു തോമസ് തൃശൂർ എന്നിവരും ഇന്ന് പത്രിക സമർപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. പാവപ്പെട്ടവർക്ക് പ്രതിവർഷം 72,000 രൂപ വരുമാനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പത്രികയിൽ ഉണ്ടാകും. കാർഷിക വായ്പ എഴുതിത്തള്ളൽ, കൂടുതൽ തൊഴിലവസരങ്ങൾ എന്നീ പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. ACC ആസ്ഥാനത്ത് 12 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് പത്രിക പുറത്തിറക്കുക. പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, സൈനികർ തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പത്രിക. ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ് മുദ്രാവാക്യമായ ഗരീബി കഠാവോയുടെ രാഹുൽ കാലത്തെ പരിവർത്തനമാണ് പത്രികയിലെ തുറുപ്പുചീട്ടായ ന്യായ് പദ്ധതി. 5 കോടി നിർധന കുടുംബങ്ങൾക്ക് പ്രതിമാസം 72,000 രൂപ വരുമാനം നൽകുന്ന പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പത്രികയിലുണ്ടാകും. പത്രികയിൽ പ്രതീക്ഷിക്കുന്ന മറ്റ് പ്രഖ്യാപനങ്ങൾ ഇവയാണ്: യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ, കാർഷിക കടം എഴുതിത്തള്ളൽ, കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങൾ, ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ താങ്ങുവില, കേന്ദ്ര സർക്കാർ ജോലികളിൽ 33% വനിതാ സംവരണം, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കും, വനിതാ സംവരണ ബിൽ പാസാക്കും, GST ലളിതമാക്കാനും GSTയും നോട്ട് അസാധുവാക്കലുമുണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാനുമുള്ള നിർദ്ദേശങ്ങൾ, സേവനത്തിനിടെ കൊല്ലപ്പെടുന്ന അർദ്ധസൈനിക വിഭാഗങ്ങൾക്ക് രക്തസാക്ഷി പദവി, BJPയുടെ ദേശീയതാ പ്രചാരണത്തിന് തടയിടാൻ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങളും പ്രതീക്ഷിക്കാം. മുൻ ധനമന്ത്രി P. ചിദംബരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം 6 മാസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് പത്രിക തയ്യാറാക്കിയത്. ന്യൂസ് 18 ഡൽഹി. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ ആക്ഷേപിച്ച് LDF കൺവീനർ A. വിജയരാഘവൻ പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയും സ്ഥാനാർത്ഥി കണ്ടുവെന്നും കുഞ്ഞാലിക്കുട്ടിയെ കണ്ട കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് പറയുന്നില്ല എന്നുമായിരുന്നു പരാമർശം. LDFന്റെ പൊന്നാനി കൺവെൻഷനിലായിരുന്നു വിവാദ പ്രസംഗം. വിജയരാഘവനെതിരെ കേസെടുക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഗ് നേതാക്കളെ കാണാൻ വരുന്നതിനെ കളിയാക്കിയായിരുന്നു വിജയരാഘവന്റെ പ്രസംഗം. രമ്യ ഹരിദാസിനെ കുറിച്ച് വിജയരാഘവന്റെ പരാമർശം ഇങ്ങനെ: നോമിനേഷൻ കൊടുക്കാൻ പോയ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി, എവിടെയാ നമ്മുടെ ആലത്തൂർ സ്ഥാനാർത്ഥി പെൺകുട്ടി, അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ. പോയിട്ടുണ്ട്. എല്ലാവരും പാണക്കാട്ടൊന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. വാക്കുകൾ വിവാദമായതോടെ വിശദീകരണവുമായി വിജയരാഘവൻ രംഗത്തെത്തി. ആരെയും മോശമാക്കി സംസാരിച്ചിട്ടില്ല. പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് മാത്രമായിരുന്നു. കുട്ടിയെ മോശമാക്കുന്ന ഒരു പരാമർശം ഉണ്ടാവത്തില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ കുട്ടി നമ്മളെ മോശമാക്കേണ്ട കാര്യം, അതൊരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അവർക്ക് സ്ഥാനാർത്ഥി എന്തെങ്കിലും വിസ്തരിക്കാൻ പറ്റും. അത് ഒരു തയ്യാറോടുന്ന കാര്യമില്ല. ഇവിടെ നമ്മൾ വിമർശിക്കും. നമ്മളതിന്റെ ഒരു ലീഗുകാരെ എല്ലാവരും അങ്ങോട്ട് തന്നെ കാണുമ്പോൾ ലീഗുകാരെ SPCക്കാരെ പോയി കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രസംഗം. അതാണ് നമ്മൾ വാദിക്കുന്നത്. പുതിയ വിവാദങ്ങൾക്കാണ് LDF കൺവീനറുടെ വാക്കുകൾ വഴിവെച്ചിരിക്കുന്നത്. മോശം പരാമർശം നടത്തിയ വിജയരാഘവനെതിരെ കേസെടുക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർക്കുകയും അദ്ദേഹത്തിന് എതിരെ കേസെടുക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. വിജയരാഘവന്റെ പരാമർശം UDF പ്രചരണായുധം ആക്കുമെന്ന് ഉറപ്പാണ്.
ന്യൂസ് 18 മലപ്പുറം. തൊടുപുഴയിൽ ക്രൂരമർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രി കെ ശൈലജ കുട്ടിയെ സന്ദർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുള്ള ചികിത്സ തുടരാനാണ് നിലവിലെ തീരുമാനം. എന്നാൽ മരുന്നുകളോട് കുട്ടി ഇപ്പോഴും പ്രതികരിക്കുന്നില്ല. ആരോഗ്യമന്ത്രി കെ ശൈലജ ആശുപത്രിയിലെത്തി കുട്ടിയെ സന്ദർശിച്ചു. കുട്ടിയുടെ നിലയിൽ പുരോഗതിയില്ലെന്നും അതീവ ഗുരുതരമായി തുടരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കുട്ടിയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം അതൊരു 90% അത് വിഷയമായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഡോക്ടർ ശ്രീകുമാർ ഇവിടെയുണ്ട്. വെന്റിലേറ്റർ മാറ്റാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഡോക്ടർമാരും വ്യക്തമാക്കി. നമ്മൾ ദ്രവരൂപത്തിലുള്ള ആഹാരം മാത്രമേ ട്യൂബിൽ കൊടുത്തു. പക്ഷേ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. നമ്മൾ പൂർണ്ണമായും വെന്റിലേറ്ററിൻ്റെ നിയന്ത്രണത്തിലാണ് ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. കുട്ടിയെ മർദ്ദിച്ച അരുണാനന്ദിനെതിരെ പോക്സോ കേസ് ചുമത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയെയും പോലീസ് ചോദ്യം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസുകാരുടെ കൊലപാതകം സംബന്ധിച്ച് കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ഫെബ്രുവരി 17-ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ, മാതാവ് ബാലാമണി, ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ, മാതാവ് ലളിത എന്നിവരാണ് നിലവിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണം സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറിക്കും ഡിജിപിക്കും നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. അതിനാൽ കേസ് സിബിഐക്ക് വിടാൻ കോടതി ഉത്തരവിടണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ട്രാൻസ്ജെൻഡർ സമൂഹത്തോടുള്ള അതിക്രമങ്ങൾക്കെതിരെ കോഴിക്കോട് LGBTQ സംഘടനകളുടെ പ്രതിഷേധം. ട്രാൻസ്ജെൻഡർ ശാലുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ട്രാൻസ്ജെൻഡർ സൗഹൃദ സംസ്ഥാനമെന്ന വിശേഷണം പൊള്ളയാണെന്നാണ് LGBTQ സംഘടനകളുടെ ആരോപണം. ട്രാൻസ്ജെൻഡറുകൾക്ക് നേരെയുള്ള തുടർച്ചയായ അതിക്രമങ്ങൾ കൊലപാതകങ്ങളിൽ അവസാനിക്കുന്ന സ്ഥിതിയിലെത്തി. അക്രമ സംഭവങ്ങളിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. നേരത്തെ കോഴിക്കോട് കസബ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മർദ്ദിച്ച സംഭവം ഒതുക്കിത്തീർത്തെന്നും ഇരയായവർ പറയുന്നു. ശാലുവിൻ്റേത് കൊലപാതകമാണെന്നും എത്രയും വേഗം പ്രതികളെ പിടികൂടണമെന്നും കൂട്ടായ്മയിൽ ആവശ്യമുയർന്നു. ശരിക്കും ഒരു കൊലപാതകം തന്നെയാണെന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് 100% ഞങ്ങളുടെ മനസ്സിൽ അത് കറക്റ്റാണ്. സംഭവസ്ഥലത്തിനടുത്തുള്ള CCTV ദൃശ്യങ്ങളിൽ ശാലുവിനൊപ്പം കണ്ട ഒരാളെ തിരിച്ചറിഞ്ഞതായി പുനർജനി കോർഡിനേറ്റർ സിസിലി ജോൺ പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ശാലുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ടും ബന്ധുക്കൾ ഏറ്റെടുത്തില്ലെങ്കിൽ സാമൂഹിക നീതി വകുപ്പുമായി ബന്ധപ്പെട്ട് മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കാനാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. ചൂടിലൊരുങ്ങി കേരളം. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പ് തുടരും. ഇന്നും നാളെയും വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചൂടിനെ തുടർന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുമായി ഇന്നലെ 72 പേർ ചികിത്സ തേടി. 2 പേർ സൂര്യാഘാതവും 47 പേർ സൂര്യതാപവുമേറ്റാണ് ആശുപത്രിയിലെത്തിയത്. 23 പേർക്ക് ശരീരത്തിൽ പൊള്ളലുണ്ടായി. വ്യാഴാഴ്ചയ്ക്ക് ശേഷവും ചൂട് ശരാശരിയിൽ നിന്നും ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യത. കൊല്ലം, പത്തനംതിട്ട, വയനാട്, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 5 ദിവസത്തിനിടെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. വിവാദ ഭൂമി ഇടപാടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ആദായനികുതി വകുപ്പ് 3 കോടി പിഴ ചുമത്തി. ആദ്യഘട്ടം പിഴയായി 51 ലക്ഷം രൂപ അടച്ചു. ഭൂമി കച്ചവടത്തിന്റെ ഇടനിലക്കാരും പിഴയടയ്ക്കണം. വിവാദ ഭൂമി ഇടപാടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കുന്നതാണ് ആദായനികുതി വകുപ്പിന്റെ നടപടികൾ. സഭയ്ക്ക് ചുമത്തിയ പിഴയുടെ ആദ്യ ഗഡു ഇന്നലെയാണ് അതിരൂപത അടച്ചത്. സഭയുടെ സാമ്പത്തിക ചുമതല വഹിക്കുന്ന ഫാദർ സെബാസ്റ്റ്യൻ മാണിക്കത്താനാണ് ആദായനികുതി വകുപ്പിൽ തുക അടച്ചത്. വൈദിക സമിതിയുമായി ആലോചിക്കാതെ രഹസ്യമായാണ് പിഴ ഒടുക്കിയത്. ഇതും വരും നാളുകളിൽ വിവാദമായേക്കാം. ഇടനിലക്കാർക്കും ഭൂമി വാങ്ങിയ VK ഗ്രൂപ്പിനും പിഴ ചുമത്തിയിട്ടുണ്ട്. സഭയുമായി ബന്ധപ്പെട്ട വിവിധ ഭൂമി ഇടപാടുകളിൽ സുതാര്യതയില്ലെന്നും നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും കണ്ടെത്തിയതിനാലാണ് നടപടി. ഇതിൽ വിവാദമായ ഭൂമി ഇടപാടും ഉൾപ്പെടുന്നുണ്ട്.
2015 സഭയ്ക്കുണ്ടായ കടം വീട്ടാനാണ് നഗരത്തിൽ 5ഇടത്തുള്ള 3 ഏക്കർ ഭൂമി സെന്റിന് 9,05,000 രൂപ നിരക്കിൽ മൊത്തം 27 കോടി രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത് 13.5 കോടി രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്നാണ് ആധാരത്തിൽ കാണിച്ചത്. ന്യൂസ് 18 കൊച്ചി. ബ്രെക്സിറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിൽ വീണ്ടും ബ്രിട്ടീഷ് പാർലമെന്റ് പരാജയപ്പെട്ടു. ബ്രെക്സിറ്റിൽ എന്ത് തുടർ നടപടികളാണ് ആവശ്യമെന്ന് തീരുമാനിക്കാൻ നടന്ന വോട്ടെടുപ്പിൽ ഒരു നിർദ്ദേശത്തിനും ഭൂരിപക്ഷം ലഭിച്ചില്ല. യൂറോപ്യൻ യൂണിയൻ വിടേണ്ടത് എങ്ങനെയെന്ന് സംബന്ധിച്ച് 4 നിർദ്ദേശങ്ങൾ വോട്ടിനിട്ടെങ്കിലും എല്ലാം നിരസിക്കപ്പെട്ടു. ഇതോടെ രാജ്യത്ത് പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. നേരത്തെ പ്രധാനമന്ത്രി തെരേസ മേയുടെ ബ്രെക്സിറ്റ് കരാറുകൾ 3 തവണ പാർലമെന്റ് വോട്ടിനിട്ട് തള്ളിയിരുന്നു. അൾജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ അസീസ് ബൗട്ടഫ്ലിക്ക രാജി പ്രഖ്യാപിച്ചു. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഈ പ്രഖ്യാപനം. പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് അബ്ദുൽ അസീസ് ബൊട്ടേഫ്ലിക്ക തന്റെ രാജി പ്രഖ്യാപിച്ചത്. 1999 ഏപ്രിലിലാണ് ബൊട്ടേഫ്ലിക്ക അൾജീരിയൻ പ്രസിഡന്റാവുന്നത്. 4 വട്ടം പ്രസിഡന്റായിരുന്നുവെങ്കിലും തന്റെ അധികാര സമയപരിധി കഴിയും മുമ്പായിരുന്നു ഈ പ്രഖ്യാപനം. ഏപ്രിൽ 28 വരെയായിരുന്നു കാലാവധി. എന്നാൽ 5ാം തെരഞ്ഞെടുപ്പിലേക്കും മത്സരിക്കുമെന്ന് അറിയിച്ചതോടെയാണ് ജനം പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഇതോടെ തന്റെ പ്രസിഡന്റ് ആഗ്രഹം ബൊട്ടേഫ്ലിക്ക ഉപേക്ഷിച്ചു. മാർച്ച് 31-ന് മന്ത്രിസഭ അഴിച്ചുപണിയുമെന്ന് ബൊട്ടേഫ്ലിക്ക ആഹ്വാനം ചെയ്തിരുന്നു. 30 വർഷത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് അൾജീരിയ സാക്ഷിയായത്. 2011-ൽ ഈജിപ്തിലും ട്യൂണീഷ്യയിലും പ്രതിഷേധം അധികാരം താഴെയിറക്കിയെങ്കിലും അൾജീരിയ അതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നാൽ തൊഴിലില്ലായ്മയും സർക്കാരിന്റെ അഭിപ്രായ വ്യത്യാസവുമാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞയാഴ്ച ബൊട്ടേഫ്ലിക്കയ്ക്കെതിരെ സൈന്യത്തലവനും രംഗത്ത് വന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇനി മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും കണക്കറ്റ് പരിഹസിച്ചും വിമർശിച്ചും VS അച്യുതാനന്ദൻ. അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്ന അഭയാർത്ഥിയാണ് രാഹുൽ ഗാന്ധിയെന്നും VS പറഞ്ഞു. വർഗീയ ഫാസിസ്റ്റുകളുടെ ചൌക്കീദാറാണ് മോദിയെന്നും പരിഹസിച്ചു. കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ വിമർശിച്ചായിരുന്നു VSന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഫേസ്ബുക്കിലൂടെ രാഹുൽ ഗാന്ധിയെ അമൂൽ പുത്രൻ എന്ന് പരിഹസിച്ച VS തെരഞ്ഞെടുപ്പ് യോഗത്തിലും രാഹുലിനെ വെറുതെ വിട്ടില്ല. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച പ്രധാനമന്ത്രി ആവുമെന്ന് എന്നാണ് രാഹുൽ മോൻ പറയുന്നത്. വിജയ് മല്യയും നീരവ് മോദിയും അടക്കമുള്ള സാമ്പത്തിക കുറ്റവാളികൾക്ക് രാജ്യം വിടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആളാണ് രാജ്യത്തിലെ കാവൽക്കാരനെന്ന് VSന്റെ പരിഹാസം. ഇന്ത്യയിൽ എന്തു സംഭവിക്കുന്നു എന്ന് മാത്രം കാവൽക്കാരൻ അറിയുന്നില്ല. ഉലകം ചുറ്റുന്ന ഈ വാലിബന് ഇന്ത്യയിലെ കർഷക ആത്മഹത്യകൾ കാണാൻ കഴിയുന്നില്ല. സമ്പത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കടക്കാവൂരിലെത്തിയ VSന് ആവേശകരമായ സ്വീകരണമാണ് അണികൾ നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാട്ടുപാടി പ്രചാരണം നടത്തുന്നതിനെ വിമർശിച്ച LDFന് മറുപടിയുമായി ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ പാട്ടുകൂട്ടം. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിലാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും പ്രവർത്തകരും പാട്ടുപാടി ഒത്തുചേർന്നത്. ഒന്നല്ല ഒന്നിലേറെ പാട്ടുകൾ പാടിയാണ് UDF സ്ഥാനാർത്ഥി പാട്ടുകൂട്ടം പരിപാടിയിൽ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത്. സ്ഥാനാർത്ഥി പാടിയപ്പോൾ സദസ്സിലുള്ള പ്രവർത്തകരും വേദിയിലുണ്ടായിരുന്ന പാലക്കാട് മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഒരുപോലെ താളമിട്ടു. കാതിലാണേൽ കമ്മലില്ല, കഴുത്തിലാണേൽ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ. സ്ഥാനാർത്ഥിക്ക് പുറമെ പ്രവർത്തകരും പാടി.
സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ചടങ്ങിനെത്തിയത്. സ്ഥാനാർത്ഥി പാട്ടുംപാടി വോട്ട് തേടുന്നതിനെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണ് പാട്ടുകൂട്ടമെന്നും പാടുന്നത് തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മികച്ച പ്രകടനം ലക്ഷ്യമിടുന്ന മണ്ഡലത്തിൽ പ്രധാന നേതാക്കളെ ആരെങ്കിലും കളത്തിലിറക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ദേശീയ നേതാക്കളുടെ നീണ്ട നിരയാണ് വരുന്ന ദിവസങ്ങളിൽ ബി.ജെ.പി. പ്രചാരണത്തിനായി സംസ്ഥാനത്ത് എത്തുന്നത്. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് തൃശൂർ സീറ്റ് ബി.ജെ.പി. ഏറ്റെടുത്തത്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പലരും തൃശൂർ സീറ്റിനായി ലക്ഷ്യം വെച്ചെങ്കിലും മുന്നണിയുടെ ധാരണ പ്രകാരം ബി.ഡി.ജെ.എസിന് സീറ്റ് വിട്ടു നൽകുകയായിരുന്നു. A+ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിൽ മികച്ച സ്ഥാനാർത്ഥിയാണ് ബി.ജെ.പി. തേടുന്നത്. നടൻ സുരേഷ് ഗോപിയോ സംസ്ഥാന വക്താവ് ഗോപാലകൃഷ്ണനോ തൃശൂരിൽ സ്ഥാനാർത്ഥിയാവുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടായേക്കും. NDAയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തുടക്കം മുതൽ അവ്യക്തത നിലനിന്ന മണ്ഡലമാണ് തൃശൂർ. തൃശൂരിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിയെ എതിരിടാൻ വയനാട്ടിലേക്ക് പോയത്. കേന്ദ്ര മന്ത്രിമാരടക്കം 1 ഡസനോളം ദേശീയ നേതാക്കളെ കളത്തിലിറക്കി വമ്പൻ പ്രചാരണ പരിപാടിയാണ് ബി.ജെ.പി. സംസ്ഥാനത്ത് ലക്ഷ്യമിടുന്നത്. സ്മൃതി ഇറാനി, സുഷമ സ്വരാജ്, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങി നേതാക്കളുടെ നീണ്ട നിരയാണ് ബി.ജെ.പി. പ്രചരണത്തിനായി വരുന്ന ആഴ്ചകളിൽ കേരളത്തിലെത്തുന്നത്. പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിലെത്തുമെന്ന സൂചനയും ബി.ജെ.പി. കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. വലിയ പ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ചായിരിക്കും ദേശീയ നേതാക്കളുടെ പ്രധാന പ്രചരണ പരിപാടികൾ. പുതിയ സാഹചര്യങ്ങളിൽ പത്തനംതിട്ട മണ്ഡലത്തിലും ബി.ജെ.പി. വലിയ വിജയപ്രതീക്ഷ വച്ചുപുലർത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വോട്ട് ചെയ്യാൻ സമ്മതിദായകരെ പ്രേരിപ്പിക്കാൻ ഒപ്പുമതിലുമായി അധികൃതർ. തൊടുപുഴയിൽ സംഘടിച്ച ഒപ്പുമതിൽ സിനിമാ താരം ഗിന്നസ് പക്രു ഉദ്ഘാടനം ചെയ്തു. വലിയ ക്യാൻവാസിൽ ആദ്യം ഒപ്പ് രേഖപ്പെടുത്തി നടൻ ഗിന്നസ് പക്രു എന്ന അജയകുമാർ ഇടുക്കി ജില്ലയിലെ ഒപ്പുമതിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലായിരുന്നു പരിപാടി. വോട്ടു ചെയ്യാൻ സമ്മതിദായകരെ പ്രേരിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചത്. പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പിന്റെ ആഹ്വാനവുമായി ഹരിത കേരള മിഷൻ പരുത്തിത്തുണി ബാനറും തയ്യാറാക്കിയിരുന്നു. 5 വർഷം കൂടുമ്പോൾ രാജ്യത്തെ എല്ലാവർക്കും ലഭിക്കുന്ന പരമാധികാരമാണ് വോട്ടവകാശമെന്നും അത് തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റണമെന്നും പക്രു പറഞ്ഞു. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന കുറെ കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 21 വോട്ട് ആ സമ്മതിദാന അവകാശത്തിന്റെ ആ ഏജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ആവേശപൂർവ്വം വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലാണ് നമ്മുടെ ഭാവിയുടെ ഒരു ഇന്ത്യയുടെ തന്നെ ഭാവി ഇരിക്കുന്നത്. ജില്ലാ കളക്ടറും RDOയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു. 150-ലേറെ പേർ ഒപ്പ് രേഖപ്പെടുത്തി. ന്യൂസ് 18 തൊടുപുഴ. ലാലുവിന്റെ മക്കൾ 2 വഴിക്ക്. മൂത്ത മകൻ തേജ് പ്രതാപ് RJD വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. പിതാവിന്റെയും മാതാവിന്റെയും പേര് ചേർത്ത് ലാലു റാബറി മോർച്ച എന്നാണ് പുതിയ പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. അഴിമതി കേസിൽ ശിക്ഷിച്ച ലാലു ജയിലിലായപ്പോൾ പോലും നേരിടാത്ത പ്രതിസന്ധിയാണ് കുടുംബത്തിലെ പോര് RJDയെ തള്ളിവിട്ടിരിക്കുന്നത്. ലാലുവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് RJDയിൽ കലാപക്കൊടി ഉയർത്തിയിട്ട് കുറച്ചുനാളായി. ആദ്യം പാർട്ടി പദവികൾ രാജിവെച്ചു. പിന്നീട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കി. ഇതിനെല്ലാം ഒടുവിലാണ് പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം. പാർട്ടിക്കായി ലാലു പ്രചാരണത്തിനില്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. അതിനിടെയുണ്ടായിട്ടുള്ള പ്രതിസന്ധി പാർട്ടിയെ പിടിച്ചുലച്ചു കഴിഞ്ഞു. ലാലുവിന്റെ ഇളയ മകൻ തേജസ്വി യാദവാണ് ഇപ്പോൾ RJDയെ നയിക്കുന്നത്. ലോക്സഭാ സീറ്റ് വിഭജനമാണ് സഹോദരന്മാർക്കിടയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കിയത്. അനുയായികൾക്ക് സീറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് പാർട്ടി പദവികൾ രാജിവെച്ച് തേജ് പ്രതാപ് ഭീഷണിയുയർത്തിയെങ്കിലും തേജസ്വി പട്ടിക പ്രഖ്യാപിച്ചു. വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കെ ഭാര്യാപിതാവ് ചന്ദ്ര റായിക്ക് സീറ്റ് നൽകിയതാണ് തേജ് പ്രതാപിനെ ഏറ്റവും ചൊടിപ്പിച്ചത്. ഭാര്യാപിതാവിന് സീറ്റ് നൽകരുതെന്ന് തേജ് പ്രതാപ് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. ഭാര്യാപിതാവിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും തേജ് പ്രതാപ് പ്രഖ്യാപിച്ചു. ഇതിനായിട്ടാണ് ലാലു റാബറി മോർച്ചയെന്ന പുതിയ പാർട്ടി രൂപീകരിച്ചതും. നേരത്തെ ലാലു പ്രസാദ് യാദവ് അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ തേജസ്വി യാദവിനാണ് പാർട്ടിയുടെ പ്രധാന പദവികൾ നൽകിയിരുന്നത്. നിയമസഭാ പ്രതിപക്ഷ നേതാവും തേജസ്വിയാണ്. തേജസ്വിക്ക് മാത്രം പരിഗണന നൽകുന്നതിൽ തേജ് പ്രതാപിന് അസന്തുഷ്ടി ഉണ്ടായിരുന്നതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. തേജ് പ്രതാപിനെ അനുനയിപ്പിക്കാൻ ലാലുവും ഭാര്യ റാബറി ദേവിയും ശ്രമം നടത്തിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18.
നെല്ലുകൊയ്ത്തെങ്കിൽ കർണാടകയിൽ ഞാറുനടിയിലാണ്. പാടത്തിറങ്ങി സാധാരണക്കാരനാണെന്ന് തെളിയിക്കുകയാണ് ദേവഗൌഡയുടെ കൊച്ചുമകൻ നിഖിൽ കുമാരസ്വാമിയുടെ ശ്രമം. VIP പോരാട്ടം നടക്കുന്ന മാണ്ടിയിൽ എങ്ങനെയും വോട്ട് പിടിക്കുക തന്നെയാണ് ലക്ഷ്യം. പ്രചാരണത്തിനിടയിൽ പാടം കണ്ടപ്പോൾ സ്ഥാനാർത്ഥിക്കൊരു മോഹം. ഞാറ് നടാൻ പിന്നൊന്നും നോക്കിയില്ല. മുണ്ടും മടക്കി നേരെ ചെളി നിറഞ്ഞ വയലിലേക്ക്. ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ പാൻറ്റും മടക്കി സെറ്റിട്ടു. മുഖ്യമന്ത്രിയുടെ മകനും മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകനുമായ നിഖിൽ കുമാരസ്വാമി ഞാറ് നടുമ്പോൾ അണികളുടെ മുദ്രാവാക്യം വിളി. ഞാറും നട്ട് ചെളിയിൽ ചവിട്ടി മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ കർഷകനായെന്ന് സ്ഥാനാർത്ഥിക്ക് തോന്നി. കരച്ചു കയറിയപ്പോൾ കാൽ കഴുകാൻ വെള്ളവുമായി യഥാർത്ഥ കർഷകരുമെത്തി. നിഖിൽ കുമാരസ്വാമി കർഷക വേഷമിടുമ്പോൾ എതിർ സ്ഥാനാർത്ഥി സുമലത സിനിമാ താരങ്ങളെ ഇറക്കിയുള്ള പ്രചാരണത്തിലാണ്. ദർശനടക്കമുള്ള താരങ്ങളാണ് സുമലതയ്ക്കായി പ്രചാരണത്തിനിറങ്ങിയത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.